നമസ്കാരം ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആസിഫ് അലി നമുക്കറിയാം, എല്ലാവർക്കും ഇഷ്ടമുള്ള ആക്ടർ ആണ് ആസിഫ് അലി. പിന്നെ നമ്മുടെ അങ്ങയുടെ പേര് നോക്കട്ടെ, രമേശ് നാരായണൻ. അപ്പോൾ പുള്ളിക്കാരനും ആസിഫ് അലിയും കൂടി ഒരു പരിപാടിക്ക് പോയപ്പോൾ നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ സംഭവം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. ആള് കൊള്ളാല, ഒരാൾ അവാർഡ് വരുമ്പോ മാറ്റാനൊക്കെ പറഞ്ഞ എന്ത് ഇതാ എന്തുവാണ് സത്യത്തിൽ? അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് നമ്മുടെ ഈ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സീനിയോറിറ്റി കൂടി കഴിയുമ്പോഴേ അവർക്കൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ടാവും. അതായത് ഞാനെന്തോ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഇവനെ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും എന്ത് തോന്നിയാസോണെ കാണിച്ചെന്ന് നോക്കണേ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു വീഡിയോ കണ്ടപ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരുപാട് ജനങ്ങൾ രമേശ് നാരായണൻ എന്നുള്ള പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവുക. സത്യമായിട്ടും ഇപ്പൊ റോഷാക്ക് എന്ന സിനിമയ്ക്കകത്ത് ആസിഫ് അലിനെ കാണിക്കുന്നുണ്ട്. ലൈക്ക് ആസിഫ് അലി ആ സിനിമയ്ക്കകത്തുണ്ട്, പക്ഷെ ആസിഫ് അലിയുടെ ഫേസ് ഒന്നും കാണിക്കണമല്ലോ. ആ മാസ്കിനാണല്ലോ ആസിഫ് അലിയെ കാണിക്കുന്നത്. പക്ഷേ ആ കണ്ണുകൾ കൊണ്ടുപോലും ആസിഫ് അലി എന്ന നടനെ ആൾക്കാർക്ക് മനസ്സിലാവും, ഓക്കെ അത് ആസിഫ് അലിയാണെന്ന്. പക്ഷേ ഇവിടെ ചിലവന്മാരെ മനസ്സിലാക്കണമെങ്കിൽ ഗൂഗിൾ സെർച്ച് വേണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സത്യത്തിൽ. നോക്കട്ടെ, ആരാണ് ഈ രമേശ് നാരായണൻ? വിക്കിപീഡിയ നോക്കട്ടെ. രമേശ് നാരായണൻ ഈസ് an Indian vocalist, composer and music producer who works predominantly in Malayalam cinema. പിന്നെ ഇത് ഏതൊക്കെ പാട്ടാ ചെയ്തിട്ടുള്ള പണ്ട, ഇതൊക്കെ ഏതൊക്കെ നിങ്ങളുടെ വർക്ക്? സിഡി, ഈലം, സ്വപ്നങ്ങൾ പൂക്കുന്ന കാട്, വർത്തമാനം, കോളാമ്പി ഓക്കെ കേട്ടിട്ടുണ്ട്. പച്ച, ഇത് പരിചയമുള്ളൊരു പടം പോലും കാണുന്നില്ലല്ലോ ഈശ്വര. രാത്രി മഴ, ഇതൊക്കെ പടങ്ങളാണ്. ഓക്കെ തോട്ടം, ഇതിലെ കുറേയൊക്കെ പടങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരു കുഴപ്പം കൊണ്ടായിരിക്കും ഞാൻ ഇതിൽ പറഞ്ഞ പല സിനിമകളും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. ലൈക്ക് പുള്ളിക്കാരൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. ഓഫ്കോഴ്സ് പുള്ളിക്കാരൻ നല്ല പുള്ളിക്കാരൻ അത്യാവശ്യം നല്ലൊരു മ്യൂസിക് ഡയറക്ടർ ആയിരിക്കാം, മ്യൂസിക് കമ്പോസർ ആയിരിക്കാം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്രത്തോളം വളർന്നു എന്നുള്ളതിലല്ല കാര്യം. വിജയ് ആണെന്ന് തോന്നുന്നു ഏതൊരു പരിപാടിക്ക് അത് പറഞ്ഞിട്ടുണ്ട്, 2 things determine us. അതായത് 2 കാര്യങ്ങളാണ് നമ്മളെ ഇതാക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒന്നുമില്ലാത്ത സമയത്തുള്ള നമ്മുടെ ഡിറ്റർമിനേഷനും, നമുക്ക് എല്ലാം ഉള്ള കാലത്തുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ. സത്യത്തിൽ ഈ രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ചെയ്ത് ശരിക്കും ബോറായിപ്പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ലൈക്ക് വളരെ ബോറാണ്. ഇത് ഏതൊരു ആക്ടർ ആണെങ്കിലും, ലൈക്ക് ഇപ്പം നമ്മളൊരു വലിയ ആളാവും ശരി, പക്ഷെ നമുക്ക് അവാർഡ് തരുന്ന ആൾ നമുക്ക് തരികയാണ് ഒരാൾ. അപ്പം അയാളുടെ കയ്യിൽ നിന്ന് ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി അയാളുടെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ ഒരിക്കലും ഈ പറയുന്ന അയാളുടെ കയ്യിൽ നിന്ന് അയാളോട് പോയി എനിക്കിഷ്ടം, ഇത് അങ്ങനെ അല്ലല്ലോ. ഇതിനകത്തൊരു പ്രോസസ്സ് അല്ലേ. ഇപ്പം എനിക്കിഷ്ടമുള്ള ആൾക്കാർ മാത്രം എനിക്ക് അവാർഡ് തന്നാൽ മതി എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെന്തൊരു ലോജിക്കാണ്? ഇപ്പം നാളെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൈസ് കിട്ടുന്നു, നിങ്ങൾ പറയുന്നതാണ് എൻ്റെ കൂട്ടുകാരൻ വന്ന് എനിക്ക് അവാർഡ് തന്നാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ചിറ്റപ്പൻ വന്ന് എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ അമ്മാവൻ വന്ന് എനിക്ക് അവാർഡ് തന്നാൽ മതി എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് അവാർഡ് തരുന്നു, നിങ്ങൾ അവാർഡ് മേടിക്കുന്നു, നമ്മൾ ആ ഒരു
ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി നമ്മൾ ആ അവാർഡ് മേടിക്കുന്നു. ചിലപ്പോൾ ലൈക്ക് വേണമെങ്കിൽ നമുക്ക് അയാളെ കൊണ്ട് കൺഗ്രാജുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അയാൾ നമ്മൾ കൈ കാണിക്കുന്നു കൺഗ്രാജുലേഷൻ തരാൻ വേണ്ടി. അപ്പോൾ നമ്മളൊന്ന് ഓക്കെ താങ്ക് യു സാർ. അതൊക്കെയാണ് ശരിക്കും മാന്യത. അല്ലാതെ നമ്മൾ ഈ പറയുന്ന ഞാൻ വലിയ സിംഗർ, ഞാൻ വലിയ എന്തോ സംഭവമാണ്. അഫ്കോഴ്സ് നിങ്ങൾ വലിയ സംഭവമായിരിക്കാം. ഇപ്പം ഇതിൽ തന്നെ ഇദ്ദേഹത്തിന് ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് ഇദ്ദേഹത്തിന് ചില സിനിമകൾക്കൊക്കെ സ്റ്റേറ്റ് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരി, ഓക്കെ, സമ്മതിച്ചു. താങ്കൾ നല്ല കഴിവുള്ളതും താങ്കൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ടാവാം. പക്ഷെ എന്ന് പറഞ്ഞ് താങ്കൾക്ക് ആരെയും അപമാനിക്കാൻ അവകാശമില്ല. മനസ്സിലായോ? ഒരാളെ മനസ്സുടിച്ച് അഫ്കോഴ്സ് അദ്ദേഹം ആസിഫ് അലി എന്നൊരു നടൻ ആ ഒരു കാര്യത്തെ വളരെ പക്വതയോടുകൂടി ലൈക്ക് പുള്ളിക്കാരൻ തന്നെ അത് വലിയ ഓക്കെ സാരമില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ എടുത്തു. അഫ്കോഴ്സ് ശരിക്കും അത് ബോറായിപ്പോയി എന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പോൾ ഈ ആസിഫ് അലിയുടെ സ്ഥാനത്ത് ഞാൻ പറയട്ടെ, ഇപ്പോൾ ആസിഫ് അലിയുടെ സ്ഥാനത്ത് ഇപ്പോൾ ലാലേട്ടൻ, മമ്മൂക്ക അങ്ങനെയുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇദ്ദേഹം ചെയ്യുമോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. അപ്പം എന്താണിത്? ഒരു അഫ്കോഴ്സ് ഞാൻ ഒന്നും പറയുന്നില്ല ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന രമേശ് നാരായണൻ എന്ന് പറയുമ്പോഴേ അപ്പോൾ കുറേ പേരൊക്കെ ഇദ്ദേഹത്തെ പൊങ്കാലയൊക്കെ ഇടുന്നുണ്ട്. അതൊന്നും നമുക്കൊരിക്കലും ഞാനത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. നമുക്കങ്ങനെ ആരെയും അങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ചെയ്ത് തെറ്റാണ്. അദ്ദേഹത്തെ സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക. വെറുതെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ഒരാൾ സൈബർ അറ്റാക്ക് ഒക്കെ ചെയ്യുന്നത്? വെറുതെ ഓരോ ഇതൊന്നും ചെയ്യല്ലേ ഗൈസ്. സത്യം പറയണ ഞാൻ നമ്മൾ എത്ര വളർന്നു എന്നുള്ളതല്ല മാൻ, അതാണ് ലോകത്തെ ഏറ്റവും വലിയ. നമ്മൾ എത്ര വളർന്നാലും ആ ഒരു നമ്മൾ മര്യാദക്ക് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറെ നമ്മൾ ബഹുമാനിക്കുന്നതിൻ്റെ കാര്യം സച്ചിൻ ടെണ്ടുൽക്കർ മഹാനായ ക്രിക്കറ്റർ ആയതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം കൊണ്ടാകും കൂടിയാണ്. സോ അത്രേ ഉള്ളൂ ഗൈസ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഓവർ വിനിയോഗം കാണിക്കണമെന്നല്ല പറഞ്ഞത്, പക്ഷേ ബേസിക് മര്യാദ കാണിക്കേണ്ടടുത്ത് കാണിക്കുക തന്നെയാണ്. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ ഒരു ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തതാണ്. എൻ്റെ നിങ്ങൾക്ക് ഈ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്താം. പുതിയ വീഡിയോ ആയിരിക്കും.